ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ബോട്സനായ ധനികന്റെ ഉപമ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അത്യാഗ്രഹത്തെക്കുറിച്ച് ഭൗതികമായ സമ്പത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാത്തവൻ്റെ അന്ത്യം എന്തായിരിക്കുമെന്നും വെളിപ്പെടുത്തുവാൻ ഈശോ നമ്മെ പഠിപ്പിച്ച സുന്ദരമായ ഒരു ഉപമയാണ് ബോട്സനായ ധനികന്റെ ഉപമ. സ്വന്തം സുഖസൗകര്യങ്ങളിൽ മാത്രം മുഴുകി ദൈവസന്നിധിയിൽ സമ്പന്നനാകാത്തവൻ വിഡ്ഢി എന്നാണ് ഈ ഉപമയിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, തൻ്റെ കൃഷിസ്ഥലം തനിക്ക് കൂടുതൽ വിളവ് നൽകിയപ്പോൾ ഉള്ളതിനെ പൊളിച്ചു നീക്കി വലുതാക്കി അത് മുഴുവൻ അതിൽ ശേഖരിക്കുവാനാണ് ഈ മനുഷ്യൻ തീരുമാനിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നാം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാതെ എല്ലാം നാം പൂഴ്ത്തിവെക്കുകയും പിടിച്ചു വയ്ക്കുകയും ആണോ ചെയ്യുന്നതെന്ന് ഈ നോമ്പുകാലത്ത് ഒരു നിമിഷം നാം ചിന്തിച്ചു നോക്കുക. ഈ വിഡ്ഢിയെ പോലെ എല്ലാം പൂഴ്ത്തിവെച്ച് അവസാനം ദൈവം ചോദിക്കുന്നുണ്ട്, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ നീ ഈ പൂഴ്ത്തി വച്ചിരിക്കുന്നതൊക്കെ ആരുടേതായി തീരുമെന്ന്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരെ സഹായിക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.